ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഹോമോഫോബിക് നിലപാടുകൾ കൊണ്ട് ബിഗ് ബോസിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ലക്ഷ്മി. ഇപ്പോഴിതാ പുറത്തായതിനു ശേഷം ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ലക്ഷ്മി. ബിഗ് ബോസിലെ ഏറ്റവും ഫേക്കായിട്ടുള്ള മത്സരാർത്ഥികൾ അനുമോളും ഷാനവാസുമാണെന്നാണ് ലക്ഷ്മി പറയുന്നത്. രണ്ടുപേരും ഫേക്കാണ്. പുരുഷന്മാരിൽ ഷാനവാസും സ്ത്രീകളിൽ അനുമോളും ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഫേക്കാണ്. തുടക്ക സമയത്ത് അനുവിനോട് സംസാരിക്കുമ്പോൾ അവളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അനുവിൻ്റെ നാട്ടിലെ കാര്യങ്ങൾ, അവൾ ഇങ്ങനെയാണ് വളർന്നു വന്നത്, അനു ചെയ്യുന്ന നന്മ, അങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെയാണോ ക്യാമറ അവിടെ പോയി നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഷാനവാസ് ഇടുന്ന മൈക്രോ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. രണ്ടുപേരും ആക്ടേഴ്സ് ആയതുകൊണ്ടാവും ഫേക്ക്നെസ് രണ്ടുപേർക്കും കുറച്ച് കൂടുതലായിട്ടുണ്ട്. നേരത്തെ യഥാർത്ഥ ജീവിതത്തിൽ വളരെ ടഫായിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്നും വീട്ടിൽ അത്യാവശ്യം കാർന്നോര് കളിച്ച് നടക്കുന്ന ക്യാരക്ടറാണ് തൻ്റേതെന്നും ലക്ഷ്മി പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട്. ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഞാൻ കെയർ ചെയ്യാറില്ല. എൻ്റെ നിലപാടുകൾ എപ്പോഴും ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ മിണ്ടാതെ ഇരുന്നിട്ടില്ല. അനീഷുമായി നല്ല ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. അയാളെക്കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. വീട്ടിൽ അത്യാവശ്യം കാർന്നോര് കളിച്ച് നടക്കുന്ന ക്യാരക്ടറാണ് എൻ്റെ. ബിഗ് ബോസിൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ ഞാൻ ഇതിൻ്റെ അപ്പുറം ചെയ്യുന്ന ആളാണ്. ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ. ബിഗ് ബോസ് ഷോയിൽ സഹമത്സരാർത്ഥികളായ ലെസ്ബിയൻ കപ്പിൾസ് നൂറയെയും ആദിലയെയും തൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന ലക്ഷ്മിയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു. ഒരു ടാസ്കിന് പിന്നാലെയായിരുന്നു ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് ലക്ഷ്മി പറഞ്ഞത്. അതേസമയം ഫാമിലി വീക്കിൽ ഇരുവരെയും സിറ്റ് ഔട്ടിൽ ഇരുത്താമെന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തായ താരമാണ് ലക്ഷ്മി. ഇപ്പോഴിതാ പുറത്തിറങ്ങിയ ശേഷമുള്ള ലക്ഷ്മിയുടെ പരാമർശം ശ്രദ്ധ നേടുകയാണ്. ഇരുവരെയും വീട്ടിൽ കയറ്റില്ലെന്ന് ഉറപ്പിച്ച് തന്നെ ലക്ഷ്മി പറയുകയാണ്. ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാറ്റി പറയണമെന്നും തോന്നിയില്ലെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്.